വെട്ടി എമ്പുരാനാണോ വെട്ടാത്ത എമ്പുരാനാണോ തമ്പുരാൻ എന്നുള്ള ചോദ്യമാണിപ്പോൾ. കാരണം ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും ടിക്കറ്റ് ഫുള്ളാണ്. വിവാദങ്ങളും വിമർശനങ്ങളും ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പാൻ ഇന്ത്യൻ മൂവിയാണ്, 100 കോടി ക്ലബ്ബ് ലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കട്ടിങ്ങിന് മുൻപ് 17 കട്ടിങ്ങിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചു കയറുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഈ സിനിമ എങ്ങനെയാണ് എന്നറിയാൻ ഇടിച്ചു കയറുന്നവരുടെ ഒരു വിഭാഗം പിന്നാലെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എമ്പുരാൻ്റെ നിർമ്മാതാക്കൾ അവർ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ പറയാൻ. കാരണം അത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സിനിമയെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും, കേരളത്തിൽ മാത്രമല്ല, അത് പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം RSSനെതിരെ, അതായത് ഓർഗനൈസറിൽ ഈ വാർത്ത വന്നതോടുകൂടി എമ്പുരാൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ വിവാദ വിഷയമായി മാറി. ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറി. മാത്രമല്ല, കേരളത്തിനേക്കാൾ കൂടുതൽ RSS ശക്തിയുള്ള, അല്ലെങ്കിൽ സംഘപരിവാറുകളുടെ ശക്തിയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, RSS എതിർത്തു, സംഘപരിവാർ എതിർത്തു. ഉടനെ അതിന് കീഴടങ്ങാനായിട്ട് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ തയ്യാറായി എന്ന് പറയുന്ന വാർത്തയും സംഘപരിവാർ സംഘങ്ങളെ ആഹ്ലാദിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ പറഞ്ഞു, അവർ കേട്ടു. അതാണ് അവരുടെ ഹൈപ്പ് എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മൊത്തം ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വെട്ടാൻ പോകുന്നെന്ന് പറഞ്ഞത്. വെട്ടിയാൽ മതിയായിരുന്നു, പക്ഷേ അതിനവരെ എന്ത് ചെയ്ത്, ഞങ്ങൾ ഇന്ന ദിവസം വെട്ടുമെന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു. അപ്പോൾ വെട്ടണയ്ക്ക് മുമ്പ് എങ്ങനെയായിരിക്കും സിനിമ എന്ന് കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറി. അങ്ങനെയാണ് അവിടെ ഭയങ്കര തിരക്ക് വന്നത്. ഇനി രണ്ടാമത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാനും ഓഡിയൻസ് തയ്യാറായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, ഈ സിനിമയുടെ ഒരു പ്രത്യേകത ആയിട്ട് ഇത് കണ്ടിറങ്ങുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു അഭിപ്രായത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മളതിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നത്, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. പക്ഷേ ഇത് കണ്ടിറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വേറെ ലെവൽ സിനിമയാണ് എന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഹോളിവുഡിനോട് മത്സരിക്കാനായിട്ട് കെൽപ്പുള്ള തരത്തിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സിനിമ. ഇതിൽ പൊളിറ്റിക്സ് ഒന്നും അവർക്ക് വലിയ കാര്യമായിട്ട് അവരതിനെ കണക്കാക്കുന്നില്ല. പൊളിറ്റിക്സ് കാണുന്ന ആൾക്കാർ കണ്ടോട്ടെ, പൊളിറ്റിക്സ് ഇല്ലാതെ അതിനെ കാണാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് അസാധാരണമായിട്ടുള്ളൊരു സിനിമയാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം വന്നാൽ, ഇത് പറഞ്ഞ് ഈ വിവാദത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുമ്പോൾ ഈ പുറത്തിരിക്കുന്ന ആളുകൾ അവരെങ്ങനെയും നാളെ ഈ സിനിമ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറാനുള്ള സാധ്യത എന്താണ് ഇതിനകത്തുള്ളത് എന്നതാണ് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വെട്ടണയ്ക്ക് മുമ്പെന്ത്, വെട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്ത്, വെട്ട് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും എന്ത് സംഭവിക്കും എന്നൊക്കെ പറയുന്ന നിഗമനങ്ങളിലേക്ക് പോകാനായിട്ട് പ്രാപ്തമാക്കുന്ന ഒരു അന്തരീക്ഷം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അതാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ടായ വലിയ അഡ്വാൻറ്റേജ്. കേരളത്തിലെ ഏത് മാധ്യമമാണ് എമ്പുരാനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്? മാധ്യമങ്ങൾ മാത്രമാണോ? അല്ല, ജനങ്ങൾ എല്ലായിടത്തും. നമ്മൾ ചന്തയിൽ ചെന്നാൽ അവിടെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എമ്പുരാനെക്കുറിച്ചാണ്. അങ്ങനെ എമ്പുരാനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റിയ തരത്തിലേക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ പ്രൊമോഷൻ വീഡിയോകൾ മാത്രമല്ല സഹായിച്ചിട്ടുള്ളത്, ഈ വിവാദമാണ് അതിനെ പ്രധാനമായിട്ട് സഹായിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ ഏത് മാധ്യമം എടുത്ത് നോക്കിയാലും അന്തിച്ചർച്ചയും എല്ലാം എമ്പുരാനെക്കുറിച്ച് തന്നെയാണ്. ഇപ്പം കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ, കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, TP51 എന്ന് പറയുന്ന സിനിമ ഇറക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന് അതിൻ്റെ സംവിധായകർ പറയുന്നു. അതുപോലെ തന്നെ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ വലുതാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെയൊക്കെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തിന് കൈകടത്തണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റു പല സിനിമകളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താം, അത് അങ്ങനെയല്ലേ, അത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാം. ഇവിടെ BJP വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്താൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തൽ, ഇതിനെയല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? അല്ല, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് വരുന്നില്ല. കാരണം വെച്ചാൽ സിനിമ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ മുരളി ഗോപിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കണേ. അദ്ദേഹമാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. തിരക്കഥയൊക്കെ എഴുതി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് മുരളി ഗോപിയാണ്. അയാൾക്ക് പൊളിറ്റിക്സ് ഉണ്ട് മറ്റ് രണ്ടുപേരെക്കാൾ ഉപരിയായിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതലായിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ മുരളി ഗോപി അങ്ങനെയല്ല. അദ്ദേഹം ഒരു RSSകാരനോ അല്ലെങ്കിൽ RSS അനുഭാവം പുലർത്തുന്ന ഒരാളാണോ എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്, പക്ഷേ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ തിരക്കഥ രചിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പ്രകടമാക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ഇതൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിശബ്ദത പാലിക്കുകയും അതൃപ്തി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. മോഹൻലാലിൻ്റെ പൃഥ്വിരാജൊന്നും ഇതിനകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങളില്ല. കാരണം അവരങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അവർക്കൊരു ഹൈപ്പ് പടം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. ആ ഹൈപ്പ് പടം ഉണ്ടായി, പടത്തെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളുണ്ടായി, മൊത്തം ഹൈപ്പായി, വളരെ ഹാപ്പി ആയിട്ട് അവർ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. തൻ്റെ മോനെ ഒറ്റ കൊടുക്കാൻ നടക്കുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നു, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കുറേ പരിതാപനങ്ങൾ പറയുന്നുണ്ട് എന്നല്ലാതെ പൃഥ്വിരാജിനും അതേപോലെ മോഹൻലാലിനും ഇതിനകത്ത് അത്ര വലിയ വിഷയമില്ല. പിന്നെയുള്ളത് പൊളിറ്റിക്സ്, ഔട്ട്സൈഡ് പൊളിറ്റിക്സിൽ മാത്രം വരുന്ന വർത്തമാനങ്ങൾ മാത്രമാണ്. BJP പറയുന്ന രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും അതുപോലെ CPM പറയുന്നുണ്ട്. പക്ഷെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മളൊരു ഐഡിയോളജി പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളൊരു ഐഡിയ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു. അത് പ്രപ്പോസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അത് എങ്ങനെ മറ്റുള്ളവരെ ബാധിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കങ്ങനെ ഒരു എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടന അനുവദിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു അവകാശം എന്ന് പറയും. ആ അവകാശം അനുവദിക്കപ്പെടേണ്ടതാണ് എന്നതാണ് താത്വികമായിട്ട്, ഫിലോസഫിക്കലായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്. അതിനാണ് സെൻസർ ബോർഡ് നമ്മളിപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള ഫ്രീഡം ഒരു രാജ്യത്തുമില്ല, ഇവിടെയുമില്ല. അതിന് സിനിമയിലൂടെ നമ്മൾ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ആ സിനിമയിൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു ലിവിങ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകാൻ സാധ്യതയുള്ളത്, അത് വേണ്ട എന്ന് സെൻസർ ബോർഡ് പറയും. സെൻസർ ബോർഡ് കട്ട് ചെയ്യും. ഈ സിനിമ സെൻസർ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുകയും സെൻസർ ബോർഡ് കട്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ സെൻസർ ബോർഡ് അനുവദിച്ചിട്ട് പ്രദർശിപ്പിക്കേണ്ട പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ടാകുമോ? അതിൻ്റെ അകത്ത് RSSകാരായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വിലക്ക് എടുക്കപ്പെട്ടവരാണോ എന്ന് ചോദ്യം വരും, സംശയം. അങ്ങനെ അപ്പോൾ അവരുടെ തന്നെ അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലേ, അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് സിനിമയുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വേണമെങ്കിലും ഉയർന്നു വരാം. പക്ഷേ ഇത് ഗൗരവമായിട്ട് ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ ഇങ്ങനെ ഒബ്ജക്റ്റബിളായിട്ടുള്ള രംഗങ്ങൾ അതിനകത്തുണ്ട് എങ്കിൽ എന്തുകൊണ്ട് സെൻസർ ബോർഡിൽ അംഗങ്ങളായിരുന്ന RSS പ്രതിനിധികൾ അതിനെ എതിർക്കാതിരുന്നത് അവർ പണം വാങ്ങിച്ചിട്ടാണോ എന്ന് പറയുന്നതായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവർ നേരിടാൻ പോകുന്ന വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞത്. എന്തായാലും RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് തൃപ്തികരമായ സിനിമയല്ല എന്നുള്ള കാര്യം ഓർഗനൈസർ വഴി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മറ്റവർക്കത് മനസ്സിലാകുകയും മറ്റൊരു RSSന് അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് അത് മാറ്റുകയും ചെയ്യുന്നു. അതോടെ ആ വിഷയം യഥാർത്ഥത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രേക്ഷകരിൽ അതുണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടേ പറ്റൂ എന്ന് പറയുന്ന ഫീൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നതിനൊക്കെ ഇടിച്ചുകയറ്റം, കട്ട് ചെയ്തതിന് ശേഷം ഇടിച്ചുകയറ്റം, അങ്ങനെ എമ്പുരാൻ തമ്പുരാനായി മാറുന്നു എന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.